ഇനി ഞാൻ വന്നിരിക്കുന്നത് കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. കടലക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കടല കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് കടല വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഇനി ഇതിൻ്റെ കറി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുഴുവൻ മസാല ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ 4 ഗ്രാമ്പു, പിന്നെ 1/4 ടീസ്പൂണ് കുരുമുളക്, 1/4 ടീസ്പൂണ് പെരുംജീരകം വലിയ ജീരകം, പിന്നെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം. പിന്നെ 6-7 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞത്. ഇനി ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളിക്ക് അരിഞ്ഞത് ചേർക്കാം. ഈ തക്കാളിക്ക് ഒന്ന് നല്ലോണം വെന്തുടഞ്ഞ് വരണം. അപ്പോൾ തക്കാളിക്ക് ഇവിടെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ തിരുമിയത് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ഇത് വഴറ്റിയെടുക്കണേ. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു കുക്കർ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. സ്വല്പം കടുക് ഇട്ടിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വലിയ സവാളയാണെങ്കിൽ പകുതി നിങ്ങൾ ചേർത്താൽ മതിയാകും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അത് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂണ് കായപ്പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടി ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ നിറച്ചെടുക്കണേ. ടീസ്പൂണാണ് ഇതെല്ലാം ചേർക്കുന്നത്, ടേബിൾ സ്പൂൺ അല്ല. അപ്പോൾ ഈ മസാല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച കടലയും കൂടെ ചേർക്കാം. ഇനി അരച്ചു വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ മിക്സി ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. 6-7 വിസിൽ വേണ്ടി വരും ഇത് വെന്ത് വരാൻ. കടല നല്ലോണം വെന്ത് വരാം. പിന്നെ ഓരോ കുക്കറിൻ്റെ അനുസരിച്ചിട്ട് മാറ്റം വരാം കേട്ടോ. അപ്പോൾ ഇവിടെ കടല വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. കടല വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.